വർഗീസ് ജോർജിന്റെ സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും അങ്ങനെ വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം NDA സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മറ്റ് പാർട്ടികളിൽ കാണുന്ന രീതിയിലുള്ള ഒരു വഴക്കോ അങ്ങനെയുള്ള ഉണ്ടായിട്ടില്ല. പിന്നെ ചർച്ചകളുണ്ടാവും പാർട്ടികളിൽ. കാര്യം വെച്ചാൽ പല സീറ്റുകളും എസ്പെഷ്യലി 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ പുതിയതായിട്ട് NDAയിൽ ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ആ പറയുന്ന പാർട്ടിയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് 140 മണ്ഡലങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘടകകക്ഷി വരുമ്പോൾ ആ 140 മണ്ഡലങ്ങളിൽ നിന്ന് വേണം കുറച്ച് മണ്ഡലങ്ങൾ തരാനായിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ചർച്ചയുണ്ടാവും. വേറെ ആരെങ്കിലും മത്സരിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് ചർച്ചയിൽ കൂടെ എനിക്ക് തോന്നുന്നു വളരെ അത് ഒന്നും ഇതായിരുന്നില്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിട്ട് എനിക്ക് അറിയുന്നില്ല. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തീരുമാനം വരുന്നതിൻ്റെ 2-3 ആഴ്ച മുമ്പേ സംസാരിച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് ജോർജ് ആയതുകൊണ്ടാണ് അതൊരു ചർച്ചയ്ക്ക് ഇടയാകുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ലല്ല, ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തിനെയും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണമല്ലോ എപ്പോഴും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, കുളം കലക്കിയിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ശാന്തരായി, അല്ലെങ്കിൽ അവർ BJP ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ളത്, അല്ലെങ്കിൽ NDA ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും പറയണം അവർക്ക്. അപ്പോൾ നോക്കുമ്പോൾ എന്നെക്കുറിച്ച് പറയാനായിട്ട് അലിഗേഷനൊന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് എവിടെയും കക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടാക്കണം. സാർ, ഈ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്നുള്ള ഒരു ലേബൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഗുണമാണോ അല്ലെങ്കിൽ ദോഷമായിട്ടാണോ ബാധിച്ചിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലേബല് ഒരിക്കലും ദോഷമാവില്ല. കാരണം ആ രീതിയിൽ ജീവിച്ച് പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. ആ പേരെങ്ങനെയാണ് ദോഷമാവുന്നത്? ഗുണകരമാണ്. പക്ഷേ ഞാനെന്നൊരു വ്യക്തി ആ പേരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ ആനുകൂല്യങ്ങൾ ഞാൻ കൈപ്പറ്റണമായിരുന്നു. അതിന് പകരം കേരളത്തിലെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടികളിൽ കുറച്ച് വലിയ പാർട്ടിയായിട്ടുള്ള 2020 ഞാൻ പോയി ചേർന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, അധികം ഹൈറാർക്കികളില്ല, വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം. രാഷ്ട്രീയത്തിൽ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ 2020 ജോയിൻ ചെയ്യുന്നത്, 2020-21 കാലഘട്ടത്തിൽ. അപ്പോൾ അന്നും കുടുംബത്തിൽ ചർച്ചയുണ്ടായിരുന്നു, എതിർത്തിട്ടല്ല, എൻ്റെ ആഗ്രഹങ്ങൾ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്ലാറ്റ്ഫോം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഈസി ആയിട്ട്, ഉദാഹരണത്തിന് സാബു ജേക്കബിനെ പോലെയുള്ളൊരു അഗ്രസീവ് നേതാവ്, അവരുടെ ഉദ്ദേശം മുഴുവൻ സേവനമാണ്. മറ്റുള്ള നേതാക്കന്മാർ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ അഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും സാബു ജേക്കബ് ഒരു 3-4 പോയിന്റ് മേലെയായിട്ടിരിക്കുന്നു. അത് മുഴുവൻ സേവനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളോ ചർച്ചകളോ അദ്ദേഹം വരാറില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2020 വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഡെയിലി നമുക്ക് സംസാരിക്കാം. കോൺഗ്രസ്സിൽ ഇപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിയായിട്ട് ഡെയിലി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ BJPയിൽ എനിക്ക് അമിത്ഷായായിട്ടും അല്ലെങ്കിൽ മോദിജിയായിട്ടും ഡെയിലി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണാണ് ഞാൻ 2020 ഉദ്ദേശിച്ചത്. ഞാൻ 2020-21 കയറാൻ നേരത്തെ ഇതിനേക്കാളും ചെറിയൊരു പാർട്ടിയായിരുന്നു 2020. സ്വാഭാവികമായിട്ടൊരു ദേശീയ പാർട്ടിയും 2020 തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈലിൻ്റെ ഗുണം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യണമായിരുന്നു, കൊള്ളാവുന്നൊരു പൊസിഷനിൽ പോയി ജോയിൻ ചെയ്യുന്നതായിരുന്നു. നമ്മളൊരു ചെറിയ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം അത് വെച്ചിട്ട് ഇത് എടുക്കുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, ഞാൻ പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഈ പറയുന്ന ചെറിയ പാർട്ടി ആയിരുന്നെങ്കിൽ പോലും, സ്റ്റേറ്റ് കമ്മിറ്റി ഒരു ഭാഗമാണെങ്കിൽ പോലും ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എനിക്ക് മണ്ഡലം ലെവലിൽ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, വീടുകൾ കയറി ആളുകളായിട്ട് സാധാരണ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്ന് ഉദ്ഘാടനങ്ങൾക്ക് പോവുക, പ്രസംഗങ്ങൾക്ക് പോവുക എന്നുള്ളതിനേക്കാൾ എനിക്ക് ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാനിവിടെ 2.5 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 7000 വീടുകളോളം ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ഉമ്മൻചാണ്ടിയുടെ ലാബിൽ വെച്ചിട്ട് 7000 വീട് കയറാനും ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.